വന്നാലും നേരിടാനുള്ള കരുത്തുള്ള കരി. കുത്തിയൊലിക്കുന്ന മഴയിൽ കാട്ടാനയ്ക്ക് പോലും നിലതെറ്റും. അടി തെറ്റിയാൽ ആനയും വീഴും. പക്ഷേ വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല. അതിരപ്പള്ളിയിൽ ആന ഒഴുക്കിൽപ്പെട്ടു. ല്ലേ വീണ പോയാണ്. പുഴയോട് ആനയുടെ മൽപ്പിടുത്തം. ഒടുവിൽ കാടിന്റെ സുരക്ഷിതത്വത്തിലേക്ക്. കരിമേഘം നിറഞ്ഞു പെയ്തത് തുള്ളിക്ക് ഒരു കുടം പോലെയാണ്. ദിവസങ്ങളോളം നിർത്താത്ത പെയ്ത്ത്. നനഞ്ഞു കുതിർന്ന മണ്ണ് പേടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. നാളെ ഇങ്ങനെ എടുക്കാൻ പോയതല്ലേ അവിടെ ഞങ്ങളിവിടെ മറ്റു വണ്ടി എന്തിന്റെ കുഴപ്പം നിലപ്പോൾ സുഖം വരുന്നില്ല. എനിക്ക് ആദരിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല. ആറളത്ത് വനത്തിനുള്ളിൽ ഉരുൾപൊട്ടിയോ എന്നാണ് സംശയം. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ രാത്രി ഏതാണ്ട് വൈകുന്നേരം 7 മണിയോടുകൂടി അതിശക്തമായ മഴ തുടങ്ങിയതാണ്. ആ മഴയിലാണ് ഈ പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഇരിട്ടി, പേരാവൂർ, കൊട്ടിയൂർ തുടങ്ങിയ മേഖലകളിലെ പുഴകളിൽ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയർന്നത്. അതിന് പ്രധാനമായും കാരണമായി വിലയിരുത്തുന്നത് ഈ ആറളം വനമേഖലയിൽ ഉരുൾപൊട്ടിയതായുള്ള സംശയമുണ്ട്. അതുകൊണ്ടാകാം ഇത്തരത്തിൽ വെള്ളം ഉയർന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ശക്തമായ കാറ്റാണ് രാവിലെ മുതൽ അനുഭവപ്പെട്ടത്. അതിശക്തമായ കാറ്റ് പലപ്പോഴായി ഉണ്ടായി. മരങ്ങൾ പൊട്ടി വീണു. പലയിടങ്ങളിലും മലയോര മേഖലയിൽ ഇപ്പോഴും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇതാണ് ഇപ്പോൾ നിലവിലെ ഒരു അവസ്ഥ. ബാവലിപ്പുഴയിലും കക്കുവ പുഴയിലും പതിവില്ലാത്ത വിധം ജലനിരപ്പ് ഉയർന്നു. ആറളത്തും കരിക്കോട്ടക്കരിയിലും വീടുകളിൽ വെള്ളം കയറി. നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. എപ്പം മുതലാണ് ഇങ്ങനെ വെള്ളം? ഇന്നലെ വൈകുന്നേരം തൊട്ടിട്ട് രാവിലെ വരെ ഉണ്ടെന്ന് പറഞ്ഞു. 11 മണി മുതൽ മഴ പെയ്തിട്ട് ഒരു 3 മണി വരെ നല്ല മഴ. ആ മഴയിലാണ് ഫുള്ള് കവർ ചെയ്തേ. പുഴ ഉരുള് പൊട്ടിന്ന് തന്നെ കൊട്ടിയൂര് വെള്ളം ഫുള്ള് കവർ ചെയ്തേന്. ഈ പുല്ല് ഫുള്ള് ഒന്നും ഒഴിവില്ല, ഫുള്ള് വെള്ളേനും. വീടുകൾ വെള്ളം കയറ്റിട്ടുണ്ട്. ഇവിടെയല്ല, 1-2 ദിവസം കാക്കിനാടുള്ള ന്യൂ ലൈഫ് ഹോട്ടലിൽ ഫുള്ള് കവർ ചെയ്തേന്. വീഡിയോ ഉണ്ട്, നമ്മളെ ഫോണിലുണ്ട്, വാട്സപ്പിൽ വന്നിട്ട്. കാക്കിനാട് ടൗൺ മൊത്തം കവർ ചെയ്തേന് വെള്ളം.
ഇപ്പൊ മഴ മാറി നിൽക്കുന്ന ഒരു ആശ്വാസം. ഇല്ല മഴ ചെറുങ്ങനെ മാറിയിരിക്കുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. എന്നാൽ രാത്രി ഇതേ മഴയെങ്കിൽ നേരം വെക്കുമ്പോക്ക് ഇത് നല്ല കവർ ചെയ്യും, വെള്ളം ഫുൾ കവർ ചെയ്യും. വൈദ്യുതി പോവുക വരിക ഇതന്നെ. കറണ്ട് പോകും, ഒരു 5 മിനിറ്റ് നിൽക്കും, പിന്നെയും പോകും. രാത്രിയിൽ മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റ് ഉറക്കം കെടുത്തി. നാലാം വളവില് മുരുക്കുമരം പൊട്ടി വീണ റോഡിലേക്ക്. മലയോര മേഖലയിലെ വൈദ്യുതി ബന്ധം താറുമാറായി. വയനാട്ടിൽ ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി വെള്ളം ഒഴുക്കുകയാണ്. ഓണവിപണി ലക്ഷ്യമിട്ട് നട്ട വാഴകളും വിളകളുമൊക്കെ മഴ കൊണ്ടുപോയി. ഇന്ന് രാവിലെ 8 മണിയോടെ 75 സെന്റിമീറ്റർ ആക്കി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. വീണ്ടും 10 മണിയോടെ 10 സെന്റിമീറ്റർ കൂടി ഉയർത്തി. ഇപ്പോൾ 85 സെന്റിമീറ്റർ ഉയരത്തിലാണ് ഷട്ടറുകൾ തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ താഴ്ഭാഗത്തുള്ള കൃഷിയിടങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. വീടുകളിലൊന്നും വെള്ളം കയറുന്ന ഒരു സാഹചര്യം നിലവിലില്ല. പ്രത്യേകിച്ച് കർണാടകയിലെ ബീച്ചനഹള്ളി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം ഒഴുകി പോകുന്നുണ്ട്. പക്ഷേ പുതുശ്ശേരിക്കടവ്, മുണ്ടക്കുറ്റി തുടങ്ങിയ മേഖലകളിലൊക്കെ കൃഷിയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പാടശേഖരങ്ങളൊക്കെ വെള്ളത്തിനടിയിലാണ്. ഈ പ്രദേശത്തെ കർഷകനായ കോമ്പി അബ്ദുള്ളയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇന്നലെ രാത്രി പോകുമ്പോൾ വെള്ളമില്ല, ഇന്ന് രാവിലെ വന്നപ്പോൾ വെള്ളമാണ്. അപ്പോൾ വെള്ളം കണ്ടപ്പോൾ ഒരു പണിക്കാരനെ വിളിച്ചപ്പോൾ ഒരു പണിക്കാരൻ പറഞ്ഞു ഇന്നിപ്പോൾ എങ്ങനെ വെള്ളത്തിൽ കീയാൻ. ഞാൻ പറഞ്ഞു കീയാനൊക്കെ നിന്നിട്ടില്ല, കിട്ടുന്ന എടുക്കുക, ബാക്കിയുള്ള പിന്നെ അതിൽ കിടക്കട്ടെ. കൊലയ്ക്ക് വിലയും കുറഞ്ഞില്ലേ മഴ തുടങ്ങിയാൽ വല്ലാണ്ട്? ഇപ്പോൾ ഞാൻ 28 വന്നിരുന്നു, 20 ആയിരുന്നു, 28 പറഞ്ഞു. നാലാം വളവില് മുരുക്കുമരം പൊട്ടി വീണ റോഡിലേക്ക് ശക്തമായ കാറ്റിൽ ചുരം നാലാം വളവ് പൊട്ടി വീണ മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമത്തിലാണ് ചുരം സംരക്ഷണ സമിതി പ്രവർത്തകർ, യാത്രക്കാരും ചേർന്നിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയുടെ മലയോരത്ത് മല തന്നെ അപകട ഭീഷണിയിലാണ്. മഴ പെയ്യും പോലെ മണ്ണിടിഞ്ഞിറങ്ങുകയാണ്. തോരാതെ പെയ്ത മഴയിൽ മാവൂരിൽ നിന്ന് പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയാണ്. വയൽ നിറഞ്ഞ് വീടുകളിലേക്ക് വെള്ളമിരച്ചെത്തുന്നു. പ്രാണൻ പിടിച്ച് ബന്ധുവീടുകളിലാണ് അഭയം. കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ പെയ്തത് അതിശക്തമായ മഴയാണ്. എന്നാൽ ഇപ്പോൾ മഴക്കൊക്കെ അല്പം ശമനമുണ്ട്. എന്നാൽ ഇന്നലെ രാത്രിയിൽ കാറ്റോടു കൂടിയൊക്കെ പെയ്ത മഴയിൽ വയലുകളെല്ലാം നിറഞ്ഞു. പലയിടങ്ങളിലും വെള്ളം കയറിയ സ്ഥിതിവിശേഷമാണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാവൂരിലെ കച്ചേരിക്കുന്ന് എന്ന പ്രദേശത്താണ്. ഇവിടെ ഒരു വയൽ പ്രദേശമാണിത്. എന്നാൽ ഈ വയൽ പ്രദേശത്തിന്റെ തൊട്ട് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന വീടുകളിലേക്കെല്ലാം വെള്ളം കയറിയ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ ഉള്ളത്. ഈ വെള്ളം കയറിയ ഉടനെ തന്നെ വീട്ടുമുറ്റത്തേക്കൊക്കെ വെള്ളം എത്തിയപ്പോൾ തന്നെ വീടുകളിൽ താമസിക്കുന്നവരൊക്കെ അവരുടെ ബന്ധു വീടുകളിലേക്കും തൊട്ടടുത്തുള്ള വീടുകളിലേക്കുമൊക്കെ മാറി താമസിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഇപ്പോൾ നിലവിൽ ഒരു 3 വീടുകളിലേക്കെങ്കിലും വെള്ളം കയറിയിട്ടുണ്ട്. ചേട്ടാ, ഇവിടുത്തെ ഒരു പതിവ് കാഴ്ചയാണോ തോന്നൂല ഈ വെള്ളം കയറുന്നത്? ഒരു 5-6 വർഷം ഇത് സ്ഥിരമായിട്ടുണ്ടായിരുന്ന പ്രതിഭാസ. അതിനൊരു സംരക്ഷണ വിധി കിട്ടിയാൽ കുറേയൊക്കെ സംഗതി ഇതാകും. കാരണം ഇവിടെ വെള്ളം മാവിൻ്റെ അങ്ങ അവിടെ എത്തും വെള്ളം. അടുത്ത നല്ല മഴ പെയ്യെങ്കിൽ ഇവിടെ പെയ്യുന്ന മഴയല്ല, ഈ മലഭാഗങ്ങളിൽ പെയ്യുന്ന മഴയുടെ വെള്ളമാണ് ഈ തോട്ടുകൂട്ടിയും പുഴയൊക്കെ ഈ ഭാഗത്ത് എത്തുന്നത്. പെട്ടെന്ന് വെള്ളം കയറും. രാത്രിയൊക്കെ വെള്ളം കയറിയിട്ട് രാത്രിയൊക്കെ ഒഴിഞ്ഞു പോയ അനുഭവങ്ങളുണ്ട്. ഞാനിപ്പോൾ നടക്കുന്നത് ഒരു റോഡിലൂടെയാണ്. തൊട്ടപ്പുറത്ത് വയലാണ്. ഇവിടെ കുറെ വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ രണ്ടിനും ഇടയ്ക്കുള്ള ഒരു റോഡാണിത്. ഈ റോഡിലൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ തൊട്ട് ഈ ഭാഗത്തുള്ള വീടുകളൊക്കെ വെള്ളം കയറിയ സ്ഥിതിവിശേഷം തന്നെയാണ് ഉള്ളത്. എന്താ ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് വെള്ളം കയറുന്ന ഒരു സ്ഥലമാണല്ലേ? എല്ലാ കൊല്ലം കയറുന്നുണ്ട്, പക്ഷേ ഈ കൊല്ലം കേറിയില്ല, ഉള്ളു കയറിയില്ല. മുറ്റത്തും സ്റ്റെപ്പുമൂലൊക്കെ എത്തിയാണ്. എന്താ ചെയ്യാ, ഈ സാധനങ്ങളൊക്കെ വളരെ പെട്ടെന്ന് എടുത്തു നോക്കിയ അത് മുകളിലത്തെ റൂമിൽ കയറ്റി വെച്ചിട്ട് ഞങ്ങള് കുടുംബക്കാരെ വീട്ടിൽ പോവല. പല റീസണുകളുണ്ട് ഇവിടെ വെള്ളം. ഇപ്രാവശ്യം ഈ കർക്കിടകം ആ സമയങ്ങളിൽ 2-3 വട്ടം കയറാറുണ്ട് പൊതുവെ. അത് പിന്നെ വെള്ളത്തിന്റെ ശക്തിയോ അതും ഇതുമാണ്. പക്ഷെ ഇപ്പൊ കയറുന്നത് പല റീസണുകളാണ്. ഇതിനെന്താ സൊല്യൂഷൻ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോ ഞങ്ങൾക്കൊന്നും പറയാനില്ല. പറഞ്ഞതിൻ്റെക്ക് ഞങ്ങൾ വീടുണ്ടാക്കി പോയില്ലേ, ഇനിയിപ്പോ അതൊന്ന് മാറ്റി വിൽക്കുക എന്ന് പറയുന്നത് ഞങ്ങളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. രാത്രിയൊക്കെ ഒരു പക്ഷെ കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ ഈ രീതിയിൽ മഴ പെയ്യുമ്പോൾ വീട്ടിലേക്ക് വെള്ളം വരുമോ എന്ന ആശങ്ക അതേ രീതിയിൽ തന്നെ തുടരുന്നുമുണ്ട്.
മേൽപ്പാലത്തിൽ പതിവ് പോലെ പുഴ കര കവിഞ്ഞു. ചിറ്റൂരിൽ ഇന്നലെ രാത്രി തോരാത്ത മഴയായിരുന്നു. സ്കൂൾ കുട്ടികൾ പറളിലേക്ക് പോകേണ്ട എല്ലാ ആവശ്യത്തിനും പോകേണ്ട പാലമാണിത്. ഇത് ഒന്നരാടം ഇങ്ങനെ മുങ്ങിപ്പോവുകയാണ്. ബസ് റൂട്ടാണിത്. ഇവിടെ 4-5 ബസ്സുകൾ ഓടുന്നുണ്ട് ഈ വഴിക്ക്. അപ്പോൾ അതിപ്പോൾ ഓട്ടം നിർത്തിയിരിക്കുകയാണ്. മഴക്കാലം എന്ന് പറഞ്ഞില്ല, നല്ല മഴ പെയ്താൽ തന്നെ ഇങ്ങനെ സംഭവിക്കുന്നതാണ്. അത് പാസ്സായതാണെന്ന് പറഞ്ഞു. അത് ലാപ്സായി പോയി 15 കോടി. മേൽപ്പാലം റെഡി ആയതാ. മേൽപ്പാലം പറഞ്ഞാൽ ഈ വഴിയിലൂടെ പാലം വരുന്നതാണ്. അവിടുന്ന് പാലശ്ശേരിയും തൊട്ടിട്ട് ഈ വളവ് കഴിഞ്ഞിട്ടുള്ള പാലം പാസ്സായതാണ്. അതിന് 15 കോടി പാസ്സായി എന്നും പറഞ്ഞു. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ ചന്ദ്രനഗറിൽ മരം വീണ വയോധികയ്ക്ക് പരിക്ക്. ഇന്നലെ വൈകിട്ടാണ് ഈ അപകടം ഉണ്ടായത്. ഈ കൂട്ടുപാതയിൽ വെച്ചാണ്. കൂട്ടുപാതയിലെ ഈ വീടിന്റെ സരോജിനിയുടെ വീടിന് മുന്നിൽ നിന്നിരുന്ന മരം, പടുകൂറ്റൻ മരമായിരുന്നു, ഒരു പഞ്ഞിമരം. അത് പൊളിഞ്ഞ് നേരെ വീടിനകത്തേക്ക് വീഴുകയായിരുന്നു. വീടിന്റെ ഉള്ളിൽ അപ്പോൾ ഈ വീട്ടിലെ ഉണ്ടായിരുന്ന സരോജിനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ തലയ്ക്കാണ് പരിക്കേറ്റുള്ളത്. ചേച്ചി, തലയ്ക്ക് എന്താണ് പരിക്ക്? തലയിൽ മരം വീണ അതിന്റെ ഷീറ്റ് പൊട്ടി വീണിട്ട് 8 തുന്നലും ഇതുണ്ടായിരുന്നു. ജില്ലാ ഹോസ്പിറ്റലാണ് ഞങ്ങൾ പോയിരുന്ന. കുറേ നേരമായി ഞങ്ങൾക്ക് വണ്ടി കിട്ടാനും എടുക്കാനായിട്ട്. ഞാനും എൻ്റെ കൊച്ചുമോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വരുമോൻ ഉണ്ടായിരുന്നു. ചാടി അവർ പോയി. ഞങ്ങൾക്ക് വേണ്ടി രക്ഷപ്പെടുന്നതിന് കുട്ടിയെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും വീണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വീഴുമ്പോ ചേച്ചി ഉള്ളിലായിരുന്നു? ഉള്ളിലായിരുന്നു. ഉള്ളിൽ നിന്ന് കൊച്ചുമോളെ പിടിച്ചിങ്ങോട്ട് വരും. അപ്പൊ വരുമ്പോൾ ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കും അത് വീണ് കഴിഞ്ഞു. തലയ്ക്ക് 8 സ്റ്റിച്ച് ഉണ്ടോ? 8 സ്റ്റിച്ച് ഉണ്ട് തലയിലുണ്ട്. ഇത് ശബ്ദം കേട്ടാണോ ഓടിയത്? പുറത്തേക്ക് ഓടിയത്? ശബ്ദം ഇങ്ങനെ പടപടാന്ന് സൗണ്ട് കേട്ടിട്ടാണ് ഞങ്ങൾ അവിടുന്ന് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നത്. ഇവിടെ ഉമ്മറ എത്തുമ്പോഴത്തേക്കും വീണിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ ഉള്ളിലൊന്ന് പരിശോധിച്ചാൽ മുഴുവൻ ആസ്പെറ്റോസ് ഇട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് മുഴുവൻ പൊട്ടി ഇളകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. അത്രമാത്രം ദുരിതത്തിലാണ്. വീടിന്റെ മുകൾ ഭാഗമാകെ പൊട്ടി പൊളിയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ശക്തമായ കാറ്റ് ഈ പ്രദേശത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നു. ആ കാറ്റത്താണ് സമീപത്തുണ്ടായിരുന്ന വലിയൊരു പഞ്ഞിമരം ഇങ്ങനെ ഒടിഞ്ഞ് വീടിന്റെ മുകളിലേക്ക് വീണത്. ഏതായാലും ഭാഗ്യം കൊണ്ട് ഇത്രേ സംഭവിച്ചുള്ളൂ എന്ന് ആശ്വസിക്കാം. കാരണം തലയ്ക്ക് 8 പരിക്കാണ്, സ്റ്റിച്ചാണ് ഉണ്ടായത്. എറണാകുളത്ത് ജീവിതം തകർത്താണ് പെരുമഴ. തേവയ്ക്കലിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. വീടിന്റെ അടുക്കളയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. വാതിൽ തകർത്ത് കുന്നിന്റെ മുകൾ ഭാഗത്തുള്ള മണ്ണ് പൂർണ്ണമായും വീടിനകത്തേക്ക് വന്ന് അടിഞ്ഞിരിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വീടിന്റെ വാതിൽ തകർന്നു, സൺഷെയ്ഡ് തകർന്നു. അങ്ങനെ മണ്ണ് പൂർണ്ണമായും വീടിന്റെ അകത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. നമുക്ക് ആ വീടിന്റെ കിടപ്പുമുറിയുടെ ദൃശ്യങ്ങൾ കൂടി കാണുമ്പോൾ അതിന്റെ ഒരു ഭീകരത വ്യക്തമാകും. ഈ ലൈജു എന്ന് പറയുന്ന ചേട്ടൻ ഈ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. ആ സമയത്താണ് മണ്ണ് ഇടിഞ്ഞത്. ശബ്ദം കേട്ട് കട്ടിൽ നിന്ന് എണീറ്റ് ഈ ഡോറിന്റെ അടുത്ത് വരെ എത്തിയപ്പോഴേക്കും ഈ മണ്ണ് ഭിത്തിയും തകർത്ത് ജനലും തകർത്ത് പൂർണ്ണമായും മുറിക്കകത്തേക്ക് വന്ന് വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു. തലനാടിരയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. ചേട്ടൻ ഇത് വൈകുന്നേരമാണ്, പേടിച്ചു പോയാലേ? പെട്ടെന്ന് ഉച്ച 2:30 സംഭവം. അപ്പം ഞാൻ പണി കഴിഞ്ഞ് ഉച്ചയ്ക്ക് പണി കഴിഞ്ഞ് വന്ന് ഒരു ഉറങ്ങാന്ന് പറഞ്ഞ് 5 ഉറങ്ങിയപ്പോഴാണ് സൗണ്ട് കേട്ട്. അപ്പോൾ നമ്മൾ ഞാൻ എന്താണ് സംഭവം എന്ന് പറഞ്ഞ് ഞാൻ ഒരു 4 ഡോറിന്റെ അവിടെ സാധനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടപ്പോൾ ഡോറ് ബാത്റൂമിന്റെ ഡോറ് തല്ലി അതിന്റെ ഡോറ് പോയിക്കാതെ പോയി. തല്ലി പിടിച്ചപ്പോൾ നേരെ അങ്ങനെ ഓടി. സെക്കൻഡുകൾ കൊണ്ടുള്ള ഒരു രക്ഷപ്പെടുന്നത് നമ്മളെ ദൈവം. ഇതുപോലൊരു ഉയർന്ന പ്രദേശമാണ് ഈ വീടിന്റെ പിറകു വശത്തുള്ളത്. അവിടെ നിന്നുള്ള മണ്ണാണ് ഇടിഞ്ഞ് വീടിനകത്തേക്ക് വന്ന് വീണത്. മുമ്പ് സമാനമായി മണ്ണ് ഇടിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ വീടുകൾ കേടുപാട് സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിച്ചു നോക്കാം. വില്ലേജിൽ നിന്നൊക്കെ ആളുകൾ വന്ന് പരിശോധിച്ച് എന്താ അവർ പറഞ്ഞു? വില്ലേജിൽ നിന്ന് വന്നിട്ട് അവര് ഇവിടുന്ന് മാറണോന്നാ പറഞ്ഞ. മണ്ണ് ഇങ്ങനെ കിടക്കണോണ്ട് പിന്നെ ഭിത്തിയൊക്കെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് മാറണമെന്നാ പറഞ്ഞത്. ചേച്ചിയുടെ വീട്ടിലോട്ടാണ് തൽക്കാലം ഞങ്ങൾ മാറിയത്. ഇന്നലെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്ന ഒരു സ്ഥലമാണോ അത്? ഇത് അപ്രതീക്ഷിതമായിട്ട് ഈ കൂട്ടിപ്പിടിച്ചുള്ള മഴയുടെ ഇതിലാണ് മണ്ണ് ഇടിഞ്ഞേക്കണത്. വേറെ വീടുകൾ ഉണ്ടല്ലേ തൊട്ടടുത്ത്? ഇതുപോലെ അടുത്ത് തന്നെ ഉണ്ട്. ആ വീട്ടിലും അവിടെയും മണ്ണ് കുറച്ച് വീണിട്ടുണ്ട്. ഒരു സഹായം ഉണ്ടെങ്കിലേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വീട് 2.5 വർഷം 2 വർഷം ആയിട്ടുള്ളൂ ഇങ്ങനെ
വീട് പണിതിട്ട് ഞങ്ങൾ ലോണും കടമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ചെയ്തേക്കണത്. ഇതിലിപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? താമസിക്കാനുള്ള സൗകര്യം എന്തെങ്കിലും ജനപ്രതിനിധികൾ പറഞ്ഞിട്ടില്ല. ഞാൻ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് മാറിയത്, അടുത്ത് തന്നെ. ഇത് വീടിന്റെ പിറകുവശത്തോട് ചേർന്ന് ഉയരമുള്ള ഭാഗമാണ്. അവിടെ നിന്നാണ് വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞു വന്ന് വീടിന്റെ പുറകിലേക്ക് വീണത്. സൺഷെയ്ഡ് തകർന്നിട്ടുണ്ട്. വീടിന്റെ പുറകുവശത്തുള്ള ഭിത്തികൾ തകർന്നു. അങ്ങനെയാണ് കിടപ്പുമുറിയിലേക്ക് ചുമരും ജനൽ ചില്ലും ഒക്കെ തകർന്നു വന്ന് വീഴുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വേണം, ജില്ലാ കളക്ടറുടെ ഇടപെടൽ വേണം. വാടകയ്ക്ക് താമസിക്കുന്നതിനടക്കം എത്രയും വേഗം മണ്ണ് മാറ്റി കൊടുക്കുന്നതിനടക്കമുള്ള ഇടപെടൽ വേണം എന്നതാണ് ആവശ്യം. അത്രയും ഗുരുതരമായൊരു സാഹചര്യമാണ് ഈ വീടിന് സംഭവിച്ചിരിക്കുന്നത്. പതിവ് തെറ്റാതെ പെരുമഴയത്ത് പെരിയാർ നിറഞ്ഞു. കോട്ടയം കുറിച്ചിയിൽ മഴയത്ത് വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. അടുക്കളയുടെ ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ആ ഒരു അടുക്കള പൂർണ്ണമായും നശിച്ച നിലയിലാണ്. അവിടെ നിന്നും ഭിത്തിയെല്ലാം വീണ് ഇപ്പോൾ റോട്ടിലോട്ടൊക്കെ വീണ് കിടക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ വീടിന്റെ ഉടമ ചേരുന്നുണ്ട്. ചേട്ടാ, ഇത് ഒത്തിരി പഴക്കമുള്ള വീടായിരുന്നോ? 19 വർഷം വരെയുള്ള. നമ്മളൊരുമാതിരി പഞ്ചായത്തിലെ വർഷങ്ങളായിട്ട് പഞ്ചായത്തിലെ അപേക്ഷകളും വയ്ക്കുകയും ഇതിൻ്റെ എല്ലാം വർഷങ്ങളായിട്ട് ഓരോ മെമ്പർമാർ മാറി മാറി വരുമ്പോൾ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇതുവരെ ഒന്നും തീരുമാനം ലൈഫിലുണ്ടെന്ന് ഒരു 6 മാസം മുമ്പ് ലൈഫിലുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതുവരെ നമുക്കൊരു അറിവും കിട്ടിയിട്ടില്ല. നമ്മുടെ പ്രായം ചെന്ന അച്ഛനും അമ്മയും, രോഗികളായ അച്ഛനും അമ്മയും, കൈക്കുഞ്ഞുങ്ങളുള്ള മോളെ കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പം നമ്മളവിടെ ഇല്ലായിരുന്നു. മെയിൻ്റനൻസിന് കൊടുക്കാൻ നമുക്ക് മെയിൻ്റനൻസിന് കൊടുത്തിട്ടല്ല, വീട് മൊത്തം പോയത് ഇത്. നമുക്ക് അല്ല, അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഇത് താമസിക്കാൻ പറ്റാല്ല. പിന്നെ നമ്മുടെ ഒരു എൻ്റെ വീട്ടിൽ ഇപ്പോഴും താമസിക്കുന്നത്. നിങ്ങൾ ഈ വീട്ടിൽ മാറിയായിരുന്നു, ഇവിടെ വാടകയ്ക്ക്? അവിടുന്ന് ഇപ്പം മാറിയിരിക്കുന്നു. നമ്മൾ ചടങ്ങിന് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മളിത്. ഇവിടെ മറ്റു 2 പേരാണ് വീട് വാടകയ്ക്കെടുത്ത് കഴിയുകയായിരുന്നു. അവർ ഈ സമയം ഈ വീട് ഇടിഞ്ഞു വീഴുന്ന ആ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ അപകടങ്ങൾ ഉണ്ടായില്ല. ആർക്കും പരിക്കേറ്റിട്ടില്ല. ഇപ്പോൾ ആ വീട്ടിൽ വാടകയ്ക്ക് ഇപ്പോൾ താമസിക്കുന്ന ചേച്ചിയുണ്ട്. ചേച്ചി, നിങ്ങൾ എവിടെ പോയിക്കായിരുന്നു സംഭവിക്കുന്നത്? ഇവിടെ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അവിടുന്ന് മോളെ കൊണ്ടുവരാൻ പോയി. കുഞ്ഞു കൊച്ചാണ്. അപ്പോൾ അവളെ കൊണ്ടുവരാൻ വേണ്ടി താഴെ വിട്ട് വീട്ടിലേക്ക് പോയ സമയം കൊണ്ട് ഇത് സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ എനിക്കൊരു കാര്യങ്ങളും അറിയത്തില്ല. ഇത് എന്തെങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയൊക്കെ വീഴുമ്പോൾ എന്തെങ്കിലും ഇടിയോ? പൊടിയെന്നായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് വീഴാനെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ വീഴുന്ന വെച്ചായിട്ട് അറിയായിരുന്നു. പക്ഷെ എനിക്കിത് എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു, വീഴാനുള്ള. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മാറി 2 മിനിറ്റേ മാറിയോളൂ. അതിന് മുന്നേ ഇത് താഴെ വീണു. നിങ്ങൾ എപ്പോഴും പെരുമാറുന്ന മുറിയായിരുന്നില്ല? അടുക്കള ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? എപ്പോഴും അടുക്കളയിലുണ്ടായിരുന്നു. പാത്രങ്ങളെല്ലാം ഇവിടെ എല്ലാം പറക്കി വെച്ചിട്ടിരിക്കുക. അവിടെ ഇല്ല. എന്തായാലും ഇവർ കഴിഞ്ഞ് 2 പേരാണ്, ഈ ചേച്ചിയും ചേച്ചിയുടെ ഒരു കുഞ്ഞു കുട്ടിയുമാണ് ഇവിടെ താമസിച്ചിരുന്നത്. അവർ 2 പേരും ഇവിടെ ഉണ്ടായിരുന്നില്ല. ആ കുട്ടിയെ വിളിക്കാനായി പുറത്ത് മാറിയ സമയത്തായിരുന്നു ഇത്തരത്തിലൊരു വീട് ഇടിഞ്ഞു വീണത്. അതിനാൽ തന്നെ വലിയ അപകടം ഒഴിവായി. അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്കറിയാം അടുക്കളയാണ്. അപ്പോൾ അടുക്കളയിലും മറ്റും എപ്പോഴും ഭക്ഷണം പാകം ചെയ്യുന്നതിനും എല്ലാമായി ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണിട്ടുള്ളത്. ഇടുക്കിയിലേക്കുള്ള വഴി നിറയെ മഴമേഘങ്ങളാണ്. മണ്ണിടിഞ്ഞ് ഒരു പ്രദേശമാകെ വഴിയില്ലാതെയായി. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാറിന് സമീപമാണ്. എന്റെ പിന്നിൽ കാണുന്നത് ദേശീയപാതയിലുണ്ടായ വലിയ മണ്ണിടിച്ചിലാണ്. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ദിവസങ്ങൾ വേണ്ടിവരും ഈ മണ്ണും ചെളിയും വലിയ പാറക്കല്ലുകളും നീക്കി ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ. 2018 പ്രളയത്തിൽ പ്രളയകാലത്ത് വലിയ മലയിടിച്ചിൽ ഉണ്ടായ ഒരു പ്രദേശം കൂടിയാണ്. അതിന് സമീപത്ത് തന്നെയാണ് വീണ്ടും ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയായിരുന്നു ആദ്യ മണ്ണിടിച്ചിൽ. ആ സമയത്ത് ഇതുവഴി കടന്നു പോകുന്ന ഒരു മിനി ലോറി അപകടത്തിൽപ്പെടുകയും ആ ലോറി താഴത്തേക്ക് പതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഉണ്ടായിരുന്ന ഗണേശൻ എന്നയാൾ മരണപ്പെട്ടു. അത് ഗണേശനൊപ്പം ഉണ്ടായിരുന്ന മുരുകൻ എന്നയാളെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും ഇന്ന് രാവിലെ ഈ ഭാഗത്ത് വീണ്ടും മണ്ണിടിഞ്ഞു. അതാണ് കൂടുതൽ പ്രതിസന്ധി ഉണ്ടായത്. മണ്ണ് നീക്കം ചെയ്യുന്ന ജോലികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. അതോടുകൂടി മണ്ണ് നീക്കം ചെയ്യുന്ന ജോലികൾ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. ഇനിയും ഈ മേഖലയിൽ മണ്ണിടിയാൻ സാധ്യതയുണ്ട്. ഇതിന് സമീപത്താണ് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത്. ആ ഗാർഡന്റെ സമീപത്തേക്കൊക്കെ മണ്ണിടിഞ്ഞ് ചെന്നിട്ടുണ്ട്.
ദുരിതം തുടങ്ങുന്ന മേഖലയാണ് കുട്ടനാട്. കിഴക്കൻ വെള്ളം ഇരച്ച് സ്വപ്നങ്ങളിലേക്ക് പതിക്കും. വീട്ടിൽ വെള്ളം കയറാൻ ഇനി വലിയ താമസമില്ല. തീർച്ചയായിട്ടും. അപ്പോൾ 1 മാസത്തിനിടെ 5ാമത്തെ വെള്ളപ്പൊക്കമാണ്. ഭയങ്കര ദുരിതമാണ്, ഒന്നും പറയണ്ട. അമ്മയൊക്കെ ആണെങ്കിൽ അവിടെ അടുക്കള കയറി അമ്മയ്ക്ക് ഇപ്പോൾ ഭയങ്കര പ്രായമായിട്ടൊന്ന് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. തുടർച്ചയായിട്ട് ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നൊരു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, അങ്ങേപ്പുറം നെടുപ്പുറ പഞ്ചായത്തിലെ റോഡ് കണ്ടവാനം കിളന്ന് നിൽക്കുക. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഈ പ്രദേശമാണെങ്കിൽ താന്ന പ്രദേശമാണ്. അതനുസരിച്ച് അങ്ങേപ്പുറത്തോട്ട് വെള്ളം ഒഴുകി പോകാനുള്ള മാർഗ്ഗമില്ല. കാരണം കൂടുതലും വെള്ളം ഈ സൈഡിലോട്ടാണ് തള്ളുന്നത്. അതാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത്. അപ്പർ കുട്ടനാട് കടന്ന് കുട്ടനാട് എത്തിയാൽ ദുരിതങ്ങൾ ഇരട്ടിയാകും. വർഷത്തിൽ പലതവണ സ്വന്തം വീട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരുന്ന മനുഷ്യരാണ് കുട്ടനാട്ടിലേത്. മഴക്കാലത്ത് അവർക്ക് പലപ്പോഴും അഭയമാവുന്നത് ബന്ധുവീടുകളും സർക്കാർ തുടങ്ങുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെയാണ്. ഈ വർഷത്തെ ഇത് എത്രാമത്തെ തവണയാണ്? 4ാമത്തെ തവണയാണ് ഇപ്പം വെള്ളം പൊങ്ങുന്നത്. കഴിഞ്ഞ മാസം 3 വെള്ളം, ഈ മാസം 1 വെള്ളം. അപ്പം ദുരിതാശ്വാസ ക്യാമ്പില കുറയാൻ അല്ലെങ്കിൽ വെള്ളം പൊങ്ങാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സർക്കാരിന്? ഒന്നാ തോടൊക്കെ തെളിക്കണം, എല്ലാം വൃത്തിയാക്കണം. തോടെല്ലാം പോള കയറിയും നികന്നും എല്ലാം കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പം വെള്ളത്തിന് ഞങ്ങൾക്ക് ഇത്. ഇപ്പം ഞങ്ങൾ കഴിവതും ക്യാമ്പുകളിൽ വരാതെ ഞങ്ങൾ നോക്കി, പക്ഷേ പറ്റുന്നില്ല. ഭയങ്കര ഈ പ്രാവശ്യത്തെ വെള്ളത്തിനൊക്കെ ഭയങ്കര തണുപ്പും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇന്നലെ രാത്രിയിൽ ഇവിടെ വന്നു. ഈ ഓരോ തവണയും വെള്ളം ഇറങ്ങി പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടല്ലേ? ആണോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട് വൃത്തിയാക്കലും ഒക്കെ. ഞങ്ങളുടെ പെരക്കാത്ത സാധനങ്ങളെല്ലാം പൊക്കി വെക്കണം, എല്ലാം ചെയ്യണം. ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അത് പ്രായമായവരുണ്ട്, എല്ലാം ഉണ്ട്. പ്രായമായവരൊക്കെ വേറെ ബന്ധുവീടുകളിലൊക്കെ അയക്കുന്നത്. ഇപ്പം വീട്ടിൽ എത്രത്തോളം വെള്ളം കാണും? ഇപ്പം മുട്ടിന്റെ ഇവിടം വരെ ഉണ്ട്. പെരക്കകത്ത് വെളിയിൽ അരയറ്റം വെള്ളമുണ്ട്. ഇതാണ് കുട്ടനാട്ടിലെ പൊതുവെ ഒരു ജീവിതം എന്ന് പറയുന്നത്. കുട്ടനാട്ടിലെ മാത്രമല്ല, അപ്പർ കുട്ടനാടൻ മേഖലയിലൊക്കെ വെള്ളം കയറുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതാണ് അവസ്ഥ. ഈ പ്രളയത്തിന് ശേഷം പുഴകളിലൊക്കെ ധാരാളം മണ്ണ് അടിഞ്ഞു കിടപ്പുണ്ട്. അത് ഒരു പരിധി വരെ മാറ്റിയാൽ വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ചുകൂടെ സുഗമമാവും എന്ന് കുട്ടനാട്ടുകാർ പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. പക്ഷെ അതിനൊന്നും വേണ്ട രീതിയിലുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. കരകവിഞ്ഞെത്തുന്ന വെള്ളം മുഴുവൻ കടലിലേക്കാണ്. കലിപൂണ്ട് കര കവരുകയാണ് കടൽ. വേലിയേറ്റ സമയമാണ്. ഇതോടുകൂടി തിരയുടെ ശക്തി വർദ്ധിച്ചിട്ടുണ്ട്. ഈ സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ചതിന് ശേഷമാണ് വീടുകളിലേക്കൊക്കെ വെള്ളം അടിച്ചു കയറുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടി കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായിരുന്നു. ഈ വീടിന് മുകളിൽ കൂടിയാണ് തിരമാല അടിച്ചു കയറിയത്. അകത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഏറെക്കുറെ നശിച്ച സ്ഥിതിയിലാണ്. കല്യാണി എന്ന് പറയുന്ന സ്ത്രീയുടെ വീടാണ്. കല്യാണം ഇന്നലെ വീടിന് മുകളിലൂടെ വന്നു. എല്ലാം നശിച്ചു പോയോ? ഒക്കെ എല്ലാം പോയില്ലേ, കണ്ടില്ലേ? മൊത്തം പോയി. 40 സാരി പോയി. പോട്ടെ, എന്റെ ജീവൻ കിട്ടി, അത് മതി. കട്ടിലും പോയി, കടക്കയും പോയി, എല്ലാം പോയി. ഒന്നുമില്ല, വീട്ടിലൊന്നുമില്ല. നിങ്ങൾ കയറി നോക്കിക്കൊള്ളേണ്ട ഉള്ളിൽ. അകത്തേക്ക് ഞങ്ങൾക്ക് ഓൾറെഡി മേലെ കൂടെയാണ് തിര അടിക്കുന്നത്. അപ്പൊ ചുമര് വീഴുമെന്നൊരു പേടിയുണ്ട്. തേപ്പ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാ കൊല്ലവും ഇങ്ങനെ അടിക്കുമ്പോൾ ഇത് എന്തായാലും വീഴാനാ ചാൻസ്. ഇപ്പൊ അടിത്തറയുടെ ഉള്ളിൽ നിന്ന് തന്നെ മണ്ണൊക്കെ പോയിക്കുന്നു. ജലത്താൽ ചുറ്റപ്പെട്ട നാട് ജലം കൊണ്ട് കഷ്ടപ്പെടുകയാണ്.